ഇൻഡിഗോ വിമാന പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കട്ട നീക്കങ്ങൾ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഇൻഡിഗോയുടെ ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കുന്നത് അത് പരിഹരിക്കാനായി ഈ ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഇൻഡിഗോ വിമാന കമ്പനി ഒപ്പം തന്നെ DGCയും ആലോചിക്കുന്നത്. നേരത്തെ പ്രതിദിനം 2300 ആഭ്യന്തര സർവീസുകളായിരുന്നു ഇന്ത്യക്കകത്ത് നടത്തിയിരുന്നത്. 138 വിമാനത്താവളങ്ങളിലായിരുന്നു ഈ സർവീസുകൾ നടത്തിയിരുന്നത്. അത് 1800 മുതൽ 1900 സർവീസുകൾ വരെ കുറയ്ക്കാനാണ് ഇപ്പോൾ ഇൻഡിഗോ ആലോചിക്കുന്നത്. കാരണം കൂടുതൽ പൈലറ്റുമാരുണ്ടെങ്കിൽ മാത്രമേ ഈ 2300 പുതുക്കിയ ഈ ഡ്യൂട്ടി പരിഷ്കാരം അനുസരിച്ചും വിശ്രമ സമയം അനുസരിച്ചും 2300 സർവീസുകൾ നടത്തണമെങ്കിൽ കൂടുതൽ പൈലറ്റുമാരെയും ഒപ്പം തന്നെ സ്റ്റാഫുകളെയും റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിലവിൽ ഒരു പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ഇവരെ റിക്രൂട്ട് ചെയ്ത് ഈ സർവീസുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ടാണ് ഈ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ആലോചന നടത്തുന്നത്. നിലവിൽ പ്രതിദിനം 1800, 1700 അങ്ങനെയാണ് സർവീസുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ റദ്ദാക്കൽ പല വിമാനത്താവളങ്ങളിലും തുടരുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു പല വിമാനത്താവളങ്ങളിലും. അത് ഇനിയും തുടരും എന്നുള്ളതാണ് പ്രധാനമായി അറിയാൻ കഴിയുന്നത്. മാത്രമല്ല DGCA ഈ ശൈത്യകാലത്ത് ഈ നടത്തേണ്ട സർവീസുകളെ കുറിച്ച് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഷെഡ്യൂൾ നൽകണമെന്ന് ഈ ഇൻഡിഗോ വിമാന കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. നവംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള സർവീസുകളിൽ നിന്ന് അവർ വളരെ കുറവ് സർവീസുകൾ മാത്രമേ നടത്തിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ശൈത്യകാലത്ത് പുതിയ ഷെഡ്യൂൾ നൽകണമെന്ന് ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നോടിയായിട്ട് ഈ ഷെഡ്യൂളുകൾ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ ഈ ഡിസംബർ 1 മുതൽ കഴിഞ്ഞ 8 ദിവസമായിട്ട് റദ്ദാക്കിയ വിമാനങ്ങളുടെ നിരക്ക് അത് യാത്രക്കാർക്ക് നേരത്തെ തന്നെ നൽകണമെന്ന് DGCA കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതിപ്പോഴും പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെയ്ക്കും ഈ 827 കോടി രൂപയാണ് യാത്രക്കാർക്ക് ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകൾക്കായി നൽകിയിട്ടുള്ളത്. 4300 ബാഗേജുകളും എത്തിച്ചു നൽകി. പക്ഷേ ഇപ്പോഴും പലർക്കും ഈ മൂന്നാമത് പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പോഴും ഈ ടിക്കറ്റ് നിരക്ക് മടക്കി കിട്ടാനുണ്ട്. അവരിപ്പോഴും എയർപോർട്ടുകളിൽ ഇൻഡിഗോയുടെ ഓഫീസിലും മറ്റും കയറി ഇറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട്. അതിന്റെ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സാധാരണ നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ പോകൂ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.